നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? സെറ്റ്സ് അല്ലെ. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സെറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ഇതിനകത്ത് വളരെ എളുപ്പമാണ് പഠിക്കാനായിട്ട്. കുറച്ച് ടേംസ് ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതാണ് ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പൊ ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടുള്ള സെക്ഷന് ബാക്കി അരിത്തമെറ്റിക് സീക്വൻസ് ആയിരുന്നാലും പ്രോബബിലിറ്റി ആയിരുന്നാലും റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ആയിരുന്നാലും ട്രിഗണോമെട്രി ആയിരുന്നാലും ഇതെല്ലാം നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിന്റെ കുറച്ച് ടേംസ് നമുക്ക് എന്തുണ്ട് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഇത് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് നേരെ സെറ്റ്സിലേക്ക് വരാം. ഓക്കെ, അപ്പൊ സെറ്റിലേക്ക് വരുന്നതിന് മുമ്പേ ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കടയിൽ കയറും. ഓക്കെ, നിങ്ങളൊരു കടയിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റും അല്ലെ? നമ്മൾ കടയിൽ കയറുമ്പോൾ ഫോർ ബാഗ്സിന്റെ ഒരു കളക്ഷൻ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഒരു സെറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത നമുക്ക് എന്താണ് അടുത്ത നമുക്ക് പറയാം അല്ലെ? ബോട്ടിലിന്റെ ഒരു കളക്ഷൻ. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഒരു സെറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായാലും ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മാത്സിലേക്ക് പറയുമ്പോൾ ഡെഫിനിഷൻ ഉണ്ട്. സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് ഇതെന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? അപ്പൊ ഞാനിവിടെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ രണ്ട് വാക്കുകളുണ്ടല്ലോ, വെൽ ഡിഫൈൻഡ് കളക്ഷൻ. ഓക്കെ, അതായത് നമുക്ക് ഒബ്ജക്ട്സിന്റെ ഒരു കളക്ഷൻ നമുക്ക് സെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, നിങ്ങളുടെ ക്ലാസ്സില് ബോയ്സ് എത്രയുണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്തത് സെറ്റ്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിന് ഞാൻ ഒരു സെറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് ഡിഫൈനും ചെയ്യാൻ പറ്റും. അതെന്താണ്? ഒരു കളക്ഷനും അല്ലേ? ഒരു ബോയ്സ് എന്ന് പറഞ്ഞാൽ ബോയ്സിന്റെ ഒരു കളക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ നേരെ മറിച്ച് ഞാൻ പറയാണ്, ഇപ്പം എന്താണ് മോസ്റ്റ് ടാലന്റഡ് സ്റ്റുഡന്റ് ഓഫ് യുവർ ക്ലാസ് അല്ലെ? നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. നമുക്ക് അതിന്റെ ഒരു പ്രത്യേക ഡെഫിനേഷൻ നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാവർക്കും കഴിവുകളുണ്ടല്ലേ? പലർക്കും പല കഴിവുകളാണെന്നേ ഉള്ളൂ. ചിലർക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, ചിലർക്ക് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ട്, ചിലർക്ക് നല്ല മാനേജിങ് സ്കിൽസ് നല്ലതുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കഴിവാണ് അല്ലെ? അപ്പൊ നമുക്ക് ഏറ്റവും ടാലന്റഡ് പേഴ്സൺ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. അത് നമുക്ക് എന്തല്ല? ഒരു സെറ്റ് അല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സെറ്റിന് അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു, സെറ്റിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു അല്ലെ? എന്താണ്? സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 11 അല്ലെ? പ്ലസ് 11ൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെറ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് ക്ലാസ് പ്ലസ് 1ൽ എത്ര പേരുണ്ടെന്നും ആരൊക്കെയാണെന്നും കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അപ്പൊ അതൊരു അടുത്ത നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? നമുക്ക് റിലേറ്റ്സ് ഇൻ ഇന്ത്യയിലെ നദികളെ കുറിച്ച് അല്ലെ? ഇന്ത്യയിലെ നദികളെ കുറിച്ച് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റൂലേ? കറക്റ്റ് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അത് പറയാൻ പറ്റും അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അപ്പം സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമുക്ക് സെറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നിങ്ങൾ കേട്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ മാത്സിലേക്ക് വരുമ്പോ നമ്മള് മാത്സിന് ശരിക്കും സെറ്റില് നമ്മൾ എന്താണ് നമ്പർ സിസ്റ്റത്തിലാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള സെറ്റ്സ് നമ്മൾ പറയുന്നത്, നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അല്ലെ? നമ്മള് കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് എന്താണ്? നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താണ് മാത്സിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യാനാണ് പഠിക്കുന്നത് അല്ലെ? അപ്പൊ ഫസ്റ്റ് നമുക്ക് ആ നമ്പർ സിസ്റ്റത്തിലെ കുറച്ച് സെറ്റ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ ശരിക്കും ഈ സെറ്റ്സിനെ അടയാളപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ആൽഫബറ്റ്സ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഏത് സെറ്റ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആൽഫബറ്റ്സ് കൊണ്ട് അല്ലെ? എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മള് മാത്സിലെ നമ്പർ സിസ്റ്റത്തില് എന്താണ് ഓരോ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഈ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സെറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് n എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഏതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? n കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് അറിയാൻ ഏതൊക്കെയാണ്? 1, 2, 3 എക്സെട്ര. ഇതാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്? ഏതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? n കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് അല്ലെ? ഇന്റിജറിന്റെ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? Z എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താവും? നെഗറ്റീവ് വരും അല്ലെ? -∞ തൊട്ട് എക്സെട്ര ടു -1 -2 -1 0 1 2 എക്സെട്ര ടു എന്താണ്? ഇൻഫിനിറ്റി.
ഇനി അടുത്ത എന്താണ് ക്യൂ. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിനെയാണ്, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഏതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, ക്യൂ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ആർ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഓക്കെ. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആറ്. അപ്പൊ റാഷണൽ നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു നമ്പറിനെ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റണം. പി ഇൻ ക്യൂ എന്തായിരിക്കണം, ഇന്റീജർ ആയിരിക്കണം. ക്യൂ പി ഇൻ ക്യൂ ഇന്റീജർ ആയിരിക്കണം അല്ലെ. അതേപോലെ ക്യൂ നോട്ട് ഈക്വൽ എന്തായിരിക്കണം, 0 ആയിരിക്കണം. ആറ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ. റിയൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും, റാഷണൽ നമ്പേഴ്സും കാണും, ഇറാഷണൽ നമ്പറും കാണും. ഓക്കെ. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്, റാഷണൽ നമ്പറിന്റെ സെറ്റ് ഏതാണ് പറഞ്ഞേ. റാഷണൽ നമ്പറിന്റെ സെറ്റ് നമുക്കറിയാം പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്നത്. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ √2 അല്ലെങ്കിൽ ക്യൂബ് √3 of 2 എക്സെട്ര. ഇതൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇസഡ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇസഡ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസഡ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇന്റിജറിന്റെ സെറ്റിനെയാണ് നമ്മൾ ഇസഡ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇസഡ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോസിറ്റീവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് പ്ലസ് കൊടുക്കുന്നത്. അതായത് ഇന്റിജേഴ്സ് എന്തൊക്കെ വരും, നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും. അപ്പൊ പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ സെറ്റാണ് നമ്മൾ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇസഡ് പ്ലസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യൂ പ്ലസ് എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, നിങ്ങൾ പറഞ്ഞേ. ക്യൂ പ്ലസ് എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, ക്യൂ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ക്യൂ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, റാഷണൽ നമ്പറിന്റെ, അതായത് പോസിറ്റീവ് റാഷണൽ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്, ക്യൂ പ്ലസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായല്ലോ എന്താണ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് കുറെ ഒബ്ജക്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് നമുക്ക് എന്താണ് ഒരു ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരുന്നത് അല്ലെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ മെമ്പേഴ്സിനെ ഏതൊക്കെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ. ഓക്കെ. അത് കണക്ക് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റിജറിന്റെ നമുക്ക് പറഞ്ഞൂടെ. അപ്പൊ നേരെ മറിച്ച് ഞാൻ പറയാണ്, ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ എന്താണ് നിങ്ങളെ ക്ലാസ്സിൽ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള, ഏറ്റവും മോസ്റ്റ് ടാലന്റഡ് ആയിട്ടുള്ള അല്ലെ, ടാലന്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾ 60 പേർ, ഇപ്പം ക്ലാസ്സിൽ 40 പേരുണ്ടെങ്കിൽ 40 പേർക്ക് ടാലന്റ് വേണം അല്ലെ. അപ്പൊ ഏറ്റവും എന്താണ് ഏറ്റവും കൂടുതൽ ടാലന്റ് ഉള്ള ആൾക്കാർ ഒരു 10 പേരെ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റുമോ, ആ ഒരു കളക്ഷൻ നമുക്ക് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അങ്ങനെയുള്ള നമുക്ക് സെറ്റ് ആയിട്ട് കൂട്ടാൻ പറ്റുമോ, ഇല്ല. അത് നമുക്ക് എന്തല്ല സെറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങളുണ്ട് അറിഞ്ഞിരിക്കുക. ഇതാണ് എന്റെ ബേസിക് എന്ന് പറഞ്ഞത്. എലമെന്റ്സ് ഓഫ് എ സെറ്റ്. ഓക്കെ. വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു എന്താണ് സെറ്റിനെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ സെറ്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആൽഫബറ്റ്സ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. എ എന്ന് പറഞ്ഞ സെറ്റിനെ ഞാൻ ഡിഫൈൻ ചെയ്യാണ് എന്താണ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 5. ഞാൻ എന്ത് ചെയ്യണം, സെറ്റിനെ ഞാൻ ഡിഫൈൻ ചെയ്യണം. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും, 1 അല്ലെ, 2, 3, 4, 5 നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ, 1 തൊട്ട് 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ സെറ്റിൽ നമ്മൾ എന്തെന്ന് പറയുന്നത് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ സെറ്റില് അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഈ സെറ്റിൽ ആരൊക്കെ ഉണ്ട് അല്ലെ, സെറ്റിൽ 1, 2, 3, 4, 5 അല്ലെ. ഇതിനെയാണ് സെറ്റിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് സെറ്റിൽ വരുന്ന ആ ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എലമെന്റ്സ് കൊണ്ട് ഉദ്ദേശിച്ച എലമെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതൊക്കെ വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒബ്ജക്ട്സ് എന്ന് പറയാം, ഒബ്ജക്ട്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, അല്ലെങ്കിൽ എന്തെന്ന് പറയാം ഒബ്ജക്ട്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ. ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം മെമ്പേഴ്സ് എന്ന് പറയാം. ഇനി നോക്കിയേ, നമ്മൾ ഈ ഒരു എന്താണ് സെറ്റ്, നമ്മുടെ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ക്യാപിറ്റൽ ആൽഫബറ്റ്സ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് അതിന്റെ എലമെന്റ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഞാൻ പറഞ്ഞല്ലോ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ എന്താണെന്നാണ്, ഒരു എലമെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, സിംബോളിക്കലി നമുക്ക് എന്ത് ചെയ്യണം റെപ്രസെന്റ് ചെയ്യണം.
അല്ലെ? നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലെ, രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ഒരു സൈൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എലമെന്റ് ഒരു എന്താണ് ഒരു നമ്പർ തന്നിരുന്നത് അല്ലെങ്കിൽ ഒരു എന്താണ് നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് ഒരു സെറ്റിലെ എലമെന്റ് ആണോ നമുക്ക് കറക്റ്റ് എങ്ങനെ പറയാൻ പറ്റും? അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത്. ഈ സിമ്പിൾ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എപ്സിലോൺ എന്നാണ് പറയുന്നത്. ഗ്രീക്ക് ലെറ്റർ ആണ് എപ്സിലോൺ എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ ഏതാണ് നമുക്ക് ഇതെന്താണ് 1 എന്ന് പറഞ്ഞാൽ എയുടെ എലമെന്റ് അല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 1 എലമെന്റ് ഓഫ് എ. ഇത് നമുക്ക് വേറെ ഇത് ശരിക്കും നമ്മളിത് വായിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബിലോങ്സ് ടു എ എന്നാണ് പറയുന്നത്. എന്താണ് വായിക്കുന്നത്? ഈ ഇത് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു എന്നതിന്റെ മീനിങ് എന്താണ്? എലമെന്റ് എന്നാണ് അതിന്റെ മീനിങ്. ബിലോങ്സ് ടു എ. 1 ബിലോങ്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 എലമെന്റ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 എലമെന്റ് ഓഫ് എ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 ബിലോങ്സ് ടു എന്ന് എഴുതാം, എ എന്ന് എഴുതാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സെറ്റിന്റെ എലമെന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഈ സിമ്പിൾ നമ്മുടെ പേരാണ് എപ്സിലോൺ. അപ്പൊ നമുക്ക് എന്താണ് വായിക്കുന്നത്? ബിലോങ്സ് ടു എന്നാണ് വായിക്കുന്നത് അല്ലെ? 1 ബിലോങ്സ് ടു എ, 2 ബിലോങ്സ് ടു എ. അപ്പൊ നോക്കിയേ, ഇപ്പൊ 6 എയുടെ എലമെന്റ് അല്ലെന്ന് എനിക്ക് പറയണം. 6 എയുടെ എലമെന്റ് ആണോ? 5 വരെ ഉള്ളല്ലേ? ഇപ്പൊ 6 എയുടെ എലമെന്റ് അല്ലല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 6 does not belongs to A. ഇവിടെ ഒരു വര എടുത്താൽ മതി, എപ്സിലോണിന്റെ ഇവിടെ ഒരു വര എടുത്താൽ മതി. അപ്പൊ 6 does not belongs to നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. എന്താണ്? എലമെന്റ്സ് പറഞ്ഞു. എലമെന്റ്സ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള എളുപ്പമാണ്. ഇതാണ് എപ്സിലോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടുക. ഇതല്ലെങ്കിൽ എന്താണ് അതിന്റെ മീനിങ്? എന്താണ് ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 1 ബിലോങ്സ് ടു എ അല്ലെങ്കിൽ 2 ബിലോങ്സ് ടു എ. ഇതിന്റെ മീനിങ് എന്താണ്? 6 does not belong to A. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ നമ്മളെന്ന് പറഞ്ഞു ആൽഫബറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇനി അതിനെ എങ്ങനെയാണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്. അപ്പം ഒരു സെറ്റിനെ നമുക്ക് എന്താണ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മുടെ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആൽഫബറ്റ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, ക്യാപിറ്റൽ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി അല്ലെങ്കിൽ ക്യാപിറ്റൽ സി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് സെറ്റിനെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്നാമത്തെ ഫോമാണ് റോസ്റ്റർ ഫോം, അതിന്റെ വേറൊരു പേരാണ് ടാബുലാർ ഫോം. റോസ്റ്റർ ഫോം അല്ലെങ്കിൽ എന്ന് പറയാം ടാബുലാർ ഫോം. രണ്ടാമത്തെ മെത്തേഡാണ് സെറ്റ് ബിൽഡർ ഫോം. എന്താണ്? സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, നേരത്തെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. നേരത്തെ എക്സാമ്പിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞു എലിമെന്റ് പറയാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു അല്ലേ? ഇതാണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ഫ്രം 1 to 5. ഇതിനെങ്ങനെയാണെങ്കിൽ രണ്ട് രീതിയിൽ നോക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം? എ വെച്ച് ഡിനോട്ട് ചെയ്യാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാപിറ്റൽ എന്താണ് സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് ക്യാപിറ്റൽ എ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാപിറ്റൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ എ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഫോം നോക്കാം. ഒന്നാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? റോസ്റ്റർ ഫോം. ഓക്കെ, റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. നമ്മൾ ഈ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എഴുതുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേസസിലാണ് എഴുതുന്നത്. ഇതില് ഒരു അല്ലെങ്കിൽ ബ്രാക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ബ്രേസസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ബ്രേസസിൽ നമ്മൾ അതിനകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാണോ അതെല്ലാം എന്ത് ചെയ്യും? കോമയിട്ട് എല്ലാ എലമെന്റ്സും നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് എഴുതി വെക്കും. ഓക്കെ, എങ്ങനെ എഴുതി വെക്കും നോക്കാം. ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് 1 to 5 അല്ലേ? ഏതൊക്കെയാണ് ഇതിനകത്ത് എലമെന്റ്സ് വരുന്നത്? 1 തൊട്ട് 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1. അത് കഴിഞ്ഞ് അടുത്ത ഏതാണ്? 2. അത് കഴിഞ്ഞാൽ ചെയ്യാം കോമ എടുക്കുക. ഓരോ എലിമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോമ എടുക്കും അല്ലെ? 3. അടുത്തേതാണ് 4. അടുത്തേതാണ് 5. വേറൊരു എക്സാമ്പിൾ നോക്കാം. വേറെ എക്സാമ്പിൾ എന്താണ്? സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 3 അല്ലെ? അപ്പൊ അത് നമുക്ക് ബി ആയിട്ട് എടുക്കാം. സെറ്റിനെ ബി ആയിട്ട് എടുക്കാം. എങ്ങനെ എഴുതാൻ പറ്റും? ബി എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞേ. ബി ഈക്വൽ ടു ഏതൊക്കെയാണ്? സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 3. 1 മുതൽ 3 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ എന്താണ്? സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ ഏതൊക്കെയാണ്? ഒന്നാമത്തെ നമ്പർ ഏതാണ്? 1 തന്നെയാണ്. 1 ന്റെ സ്ക്വയർ എത്രയാണ്? 1. അടുത്തേതാണ് 2. 2 ന്റെ സ്ക്വയർ എത്രയാണ്? 4. 3 ന്റെ സ്ക്വയർ എത്രയാണ്? 9. ഓക്കെ, ഇതാണ് എന്താണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ വേറൊരു പേരാണ് ടാബുലാർ ഫോം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, ഇതിനകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? n കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എങ്ങനെയെല്ലാം 1 2
3 4 നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ഇനി അത് 5 അല്ലേ നമുക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റും അല്ലെ ഇൻഫിനിറ്റി വരെ എഴുതാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്പേഴ്സ് എഴുതി തന്നിട്ടാൽ മതി പിന്നെ ഡോട്ട് കാണിച്ചാൽ മതി ഓക്കെ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി എന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി വരെ പോകുന്നതാണ് എന്റെ മീനിങ് എന്ന് പറഞ്ഞേക്കുന്നത് മനസ്സിലായല്ലോ ഒന്നാമത്തെ ഫോമാണ് എന്ന് പറഞ്ഞേക്കുന്നത് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ എന്ന് പറഞ്ഞേക്കുന്നത് ടാബുലാർ ഫോം എന്ന് പറഞ്ഞേക്കുന്നത് റോസ്റ്റർ ഫോമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓരോ എലമെന്റ്സിനെയും കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യും ലിസ്റ്റ് ചെയ്ത് എഴുതും ഓക്കെ ഇനി രണ്ടാമത്തെ ഫോം ആണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞേക്കുന്നത് ഓക്കെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കൊരു സെറ്റ് എടുക്കുമ്പോ നമ്മളിപ്പോ സെറ്റ് എടുക്കുമ്പോ ആ സെറ്റിന് മാത്രം ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി കാണുമല്ലോ ഫോർ എക്സാമ്പിൾ ഞാൻ നമ്പേഴ്സിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാൻ ഒരു നമ്പർ എഴുതുകയാണ് 1 2 3 4 അതിന്റെ പ്രത്യേകത എന്താണ് ഇതെല്ലാം എന്ത് നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ പക്ഷെ ഈ 1 തൊട്ട് 4 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ് അല്ലെ അതായത് 5-ന് കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ലേ വരത്തുള്ളൂ ഇത്രയല്ലേ വരത്തുള്ളൂ ബാക്കിയുള്ള നാച്ചുറൽ നമ്പേഴ്സ് വരും അതായത് നമ്മുടെ ഈ സെറ്റ് ബിൽഡർ ഫോം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സെറ്റിന് മാത്രമായിട്ടുള്ള യുണീക് പ്രോപ്പർട്ടി ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യും വേർഡ്സിൽ എന്ത് ചെയ്യും ഡിഫൈൻ ചെയ്യും അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം നമുക്ക് ഒരു എക്സാമ്പിൾ ഇത് തന്നെ എടുക്കാം 1 2 3 4 നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അപ്പൊ നമുക്കൊരു ബി എന്ന് പറഞ്ഞ സെറ്റ് എടുക്കാം ബി ഈക്വൽ ടു എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു വേരിയബിൾ ആദ്യം പറയാം വേരിയബിൾ നമുക്ക് എടുക്കാം എക്സ് അത് കഴിഞ്ഞിട്ട് കോളൻ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക കോളൻ കൊടുക്കുക എന്നിട്ട് ആ പ്രോപ്പർട്ടി എഴുതുക എക്സ് 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 എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം എന്താണ് എന്റെ പ്രത്യേകത ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ അല്ലേ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എക്സ് നാച്ചുറൽ നമ്പർ മാത്രമാണോ ആൻഡ് എന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും എക്സ് എന്തെന്ന് പറയാൻ പറ്റും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയെന്ന് ലെസ് ദാൻ എത്രയെന്ന് പറയാൻ പറ്റും 5 എന്ന് പറയാം ഓക്കെ എക്സ് ലെസ് ദാൻ 5 അതായത് 5-ൽ കുറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാം വേറൊരു എക്സാമ്പിൾ പറയാം ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും ഈ സെറ്റ് ബിൽഡർ ഫോം ഇത് തന്നെയാണ് അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലെങ്കിൽ എന്തൊരു ഓൾട്ടർനേറ്റീവ് ഫോം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ് സച്ച് ദാറ്റ് ഓക്കെ ഫസ്റ്റ് വേരിയബിൾ പറയണം ആ വേരിയബിളിന്റെ പ്രത്യേകത എക്സ് നാച്ചുറൽ നമ്പർ ആണ് അല്ലെ നാച്ചുറൽ നമ്പർ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അതായത് നാച്ചുറൽ നമ്പർ ആണ് നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് അതായത് പറ്റും എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ആൻഡ് അതിന്റെ പ്രത്യേകത എന്താണ് എക്സ് ലെസ് ദാൻ എത്രയാണെന്ന് എഴുതാൻ പറ്റും 5 എന്ന് പറഞ്ഞോ ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും പറഞ്ഞാൽ മനസ്സിലായോ അതായത് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് സിംബോളിക്കലി ഇതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിംബോളിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് രണ്ടും ഒന്ന് തന്നെയാണ് ഇത് വേർഡ്സിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു സിംബോളിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു ഓക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം റോസ്റ്റർ ഫോമിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് റോസ്റ്റർ ഫോമിൽ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അതിനകത്തുള്ള ആ സെറ്റിലുള്ള എലമെന്റ്സിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് എല്ലാം എന്ത് ചെയ്യും എല്ലാം ലിസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെറ്റ് ബിൽഡർ ഫോം സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് ആ ഒരു പർട്ടിക്കുലർ സെറ്റ് അല്ലെ ഏതാണോ ആ സെറ്റിന് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ എന്ത് ചെയ്യും വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യും ഡിഫൈൻ ചെയ്യും ഓക്കെ ഇത് രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടിരുന്നാൽ മതി കാരണം ജസ്റ്റ് ഇപ്പൊ ഇത് ചെയ്യാനായിട്ടൊന്നുമില്ല ഞാനിത് ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സെറ്റ്സ് ജസ്റ്റിഫൈ യുവർ ആൻസർ ഓക്കെ സെറ്റ് ഏതാണെന്നാണ് ചോദിച്ചത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ലെറ്റർ ജെ അല്ലെ എന്താണ് പറഞ്ഞേക്കുന്നത് കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ലെറ്റർ ജെ അതായത് ജെ കൊണ്ട് ബിഗിൻ ചെയ്യുന്ന എന്താണ് മന്ത്സ് ഒരു വർഷത്തിലെ മാസങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്കത് ഒരു സെറ്റ് ആയിട്ട് പറയാൻ പറ്റുമോ ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ജെ അപ്പൊ നമുക്ക് അതിന്റെ ഒരു സെറ്റ് ആയിട്ട് എഴുതാം എ ആയിട്ട് എഴുതാം ഏതൊക്കെയാണ് ജെ ഒരു 12 മാസമല്ലേ ഉള്ളു ഏതൊക്കെയാണ് ജനുവരി ജയിലല്ലേ ഡിവൈഡ് ചെയ്ത് തുടങ്ങും അപ്പൊ ജനുവരി എഴുതാം അടുത്ത ഫെബ്രുവരി പറ്റൂലല്ലോ മാർച്ച് പറ്റൂല ഏപ്രിൽ മെയ് പറ്റൂല ജൂൺ പറ്റൂലേ ജൂൺ പറ്റൂ അല്ലേ ജൂൺ അടുത്ത ജൂലൈ അടുത്ത ഓഗസ്റ്റ് പറ്റില്ല സെപ്റ്റംബർ പറ്റില്ല ഒക്ടോബർ പറ്റില്ല നവംബർ പറ്റില്ല ഡിസംബർ പറ്റില്ല
ഓക്കെ, നമുക്ക് കറക്റ്റ് അതിന്റെ എലമെന്റ്സ് ഏതാണെന്ന് നമുക്ക് കറക്റ്റ് നമുക്ക് പറഞ്ഞൂടെ, അതിനകത്തുള്ള ഒബ്ജക്ട്സ് ഏതാണെന്ന് നമുക്ക് കറക്റ്റ് പറഞ്ഞൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, സെറ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും അല്ലെ. സെറ്റിന്റെ ഡെഫിനിഷൻ തന്നെ എങ്ങനെയാണ്, എന്താണ്, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അല്ലെ. എന്താണ് നമുക്ക് എന്താണ് ആ സെറ്റിലുള്ള ഒബ്ജക്ട്സിന് ഏതാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെന്തെന്ന് പറയാൻ പറ്റും, സെറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും അല്ലെ. അതിനകത്തുള്ള എലമെന്റ്സിന് കറക്റ്റ് നമുക്ക് ഏതാണെന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതെന്താണെന്ന് പറയാൻ പറ്റും, സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കി. A team of 11 best cricket batsmen of the world അല്ലെ, എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 11 ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുമോ ആരൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന്? അപ്പൊ നമുക്ക് സെറ്റിനെ പറയാം അല്ലെ. ചില എന്താണ്, അതായത് ഓരോരുത്തരെയും കോൺടെക്സ്റ്റിനനുസരിച്ചാണ് ഡിഫർ ചെയ്യുന്നത്. എനിക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന 11 ബാറ്റ്സ്മാൻ ആയിരിക്കത്തില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന 11 ബാറ്റ്സ്മാൻ അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതൊരു സെറ്റ് ആയിട്ട് വരുമോ? ഒരിക്കലും അത് സെറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വരത്തില്ല. അതിന്റെ റീസൺ എന്താണ്, നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, സെറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാത്തത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ലെറ്റ് എ ഈക്വൽ ടു 4, 5, 6, 7, 8, 9 അല്ലെ. ഇൻസർട്ട് അപ്രോപ്രിയേറ്റ് സിംബിൾസ് എപ്സിലോൺ ഓർ എപ്സിലോൺ ഓർ എന്താണ് ഡസ് നോട്ട് ബിലോങ്സ് ഇൻ ബ്ലാങ്ക് സ്പേസ് അല്ലെ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, എളുപ്പമാണ്. ഈ സിമ്പിൾ എന്ത് ചെയ്താൽ മതി, ഇൻസർട്ട് ചെയ്താൽ മതി. അതെന്താണ് ചോദിച്ചേക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്, അതായത് ശരിക്കും നോക്കിയാണ് ഈ രണ്ട് സിമ്പിൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താണ് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്, ബിലോങ്സ് ടു, എന്താണ് ഡസ് നോട്ട് ബിലോങ്സ് ടു, എന്താണ് ഇത് എന്തിനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സെറ്റിലെ എലമെന്റ് ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് 4 ഓക്കെ, സെറ്റ് തന്നിട്ടുണ്ട് 4, 5, 6, 7, 8, 9. 4 എന്ന് പറഞ്ഞ ഏതൊരു എലമെന്റ് ആണോ, ഏതൊരു എലമെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഏത് സിമ്പിൾ ഇൻസർട്ട് ചെയ്യാം, എലമെന്റ് ബിലോങ്സ് ടു എന്നുള്ള സിമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം അല്ലെ. അടുത്ത 6 എലമെന്റ് ആണോ, അപ്പം എന്താണ് 6 എലമെന്റ് ആണല്ലോ, അപ്പം എലമെന്റ് ഓഫ് എ അല്ലെങ്കിൽ എന്താണ് ബിലോങ്സ് ടു എ ആണ്. 10 എലമെന്റ് ആണോ, എയുടെ എലമെന്റ് ആണോ, എയിൽ 10 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് തന്നിട്ടില്ല അല്ലെ. ബട്ട് എയുടെ എലമെന്റ് അല്ല 10. അപ്പൊ നമുക്ക് ഏത് ചെയ്യാം, ഡസ് നോട്ട് ബിലോങ്സ് ടു അല്ലെ. 9 എന്ന് പറഞ്ഞ എയുടെ എലമെന്റ് അല്ലേ, എന്തെന്ന് എഴുതാം, ബിലോങ്സ് ടു എ എന്ന് എഴുതാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഫോളോയിങ് റോസ്റ്റർ ഫോം ക്വസ്റ്റ്യൻ കണ്ടല്ലോ നിങ്ങൾ. എ എക്സ് such that x is an integer and -3 less than x less than 7. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്, x ഇന്റിജർ ആണ്, x എവിടെ തൊട്ടാണ്, -3 തൊട്ട് 7 വരെയുള്ള എന്താണ് -3നും 7നും ഇടയ്ക്കുള്ള ഇന്റിജർ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, എടുക്കാൻ പറ്റുന്നത്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും, x ഈക്വൽ ടു ഇന്റിജർ ആണ്, എവിടെ തൊട്ടാണ്, -3 ലെസ് ദാൻ x ലെസ് ദാൻ 7 ആണ്. അതിന്റെ മീനിങ് എന്താണ്, -3 അതായത് എക്സ് ഗ്രേറ്റർ ദാൻ -3 ആണ് അല്ലെ. -3നെ കാട്ടി കൂടുതലായിട്ടുള്ള ഇന്റിജേഴ്സ് ഏതൊക്കെയാണ്, അപ്പൊ ഏതൊക്കെ വരും, -2, -1, 0 എവിടെ വരെയുള്ള ഇന്റിജർ ആണ്, 1, 2, 3, 4, 5, 6. ഇവിടെ 7 വരോ, കാരണം വരത്തില്ല, കാരണം ലെസ് ദാൻ ആണ് അല്ലെ, എക്സ് ലെസ് ദാൻ 7 ആണ്. അപ്പൊ ഇവിടെ ഈക്വൽ ടു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 7 എഴുതാം. ഇവിടെ ലെസ് ദാൻ ആയതുകൊണ്ട് നമുക്ക് ഏതേ ഉള്ളൂ, 6 ഉള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, മനസ്സിലായല്ലോ. അപ്പൊ എക്സ് അപ്പൊ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്തത്, സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ കോമ ഇട്ട് എഴുതിയത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, നമ്മൾ ഈ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമുക്കിപ്പം എഴുതാം, നമുക്ക് ഇതിനകത്തുള്ള ലെറ്റേഴ്സ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ബെറ്റർ എന്ന് പറഞ്ഞാൽ വേർഡിലെ ലെറ്റർ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും ഒരു എലമെന്റ് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യത്തില്ല, റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എഴുതത്തുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, എഴുതത്തില്ല. അപ്പൊ ഏതൊക്കെ എഴുതാൻ പറ്റും, ബി എന്ന് പറഞ്ഞാൽ ഒരു ഇതല്ലേ. അപ്പൊ ബി, അടുത്ത ഏതാണ് ഇ, അടുത്തത് ടി, പിന്നെ ഇവിടെ എന്താണ് ഇപ്പൊ ഇ എഴുതുമ്പോ ഇയും കൂടെ ചേർത്താണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഇ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അടുത്തത് ഈ 2 ടി, അടുത്തതാണ് ആ. ഓക്കെ, മനസ്സിലായോ. അതായത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മള് എന്താണ് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോ എന്ത് ചെയ്യത്തില്ല, അതായത് എന്താണ് ഏതായിരുന്നല്ല അതിനകത്ത് എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, എഴുതത്തില്ല. നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, എലമെന്റ് എഴുതത്തുള്ളൂ. ഓക്കെ, നോക്കിയേ, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ് ബിൽഡർ ഫോം അല്ലേ. ഇത് കൊടുത്തിരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 3, 6, 9, 12. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, a ഈക്വൽ ടു അല്ലെ, നമുക്ക് a ആയിട്ട് എടുക്കാം. a ഈക്വൽ ടു എന്താണ്, എക്സ് അല്ലെ, ഒരു വേരിയബിൾ നമ്മൾ എടുക്കുന്ന എക്സ് സച്ച് ദാറ്റ് എന്താണ്, നോക്കി ഇവിടെ 3, 6, 9, 12. ഇതിന്റെ പ്രത്യേകത എന്താണ്,
3, 6, 9, 12 ഇതെല്ലാം എന്താണ് 3യുടെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 3യുടെ മൾട്ടിപ്പിൾ ഫുൾ ഉണ്ടോ? ഇല്ല. അതായത് എവിടെ 3 into 1 3, 6, 9, 12 അടുത്ത ഏതാണ് 15. അതായത് 15 തൊട്ട് മുന്നേ ഉള്ള എന്താണ് 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? അത് നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? x such that എന്തെന്ന് എഴുതാൻ പറ്റും? x is a എന്താണ് x is multiple of 3 less than എത്രയാണ് എഴുതാൻ പറ്റും? 15 എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x such that നമുക്ക് സിംബോളിക്കലി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ് എങ്ങനെയാണ് എഴുതുന്നത്? 3യുടെ മൾട്ടിപ്പിൾ ആണ് എങ്ങനെയാണ് എഴുതുന്നത്? 3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അതായത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x such that x equal to എത്രയാണ്? 3n അല്ലേ? വേർ n എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താണ് മീനിങ്? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതായത് എന്താണ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെ? 3 into 1 3 into 2 അങ്ങനെയല്ലേ പറയുന്നത്. അപ്പൊ ഈ എന്നിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കണം? എന്നിന്റെ പ്രത്യേകത എന്തായിരിക്കണം? n എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഇനി ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാം വരോ നമുക്ക് ഈ നാച്ചുറൽ നമ്പർ എഴുതി കഴിഞ്ഞാൽ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ വരും. എവിടം വരെ ഉള്ളത് മതി? ഇത് 1 അല്ലേ? 3 into 1 3, 3 into 2 6, 3 into 3 9, 3 into 4 12, 3 into 5 15 അല്ലേ? അപ്പൊ എവിടെയാണ് n less than എത്രയാണ്? n less than എത്രയാണ്? 5 അല്ലേ? 5 വരോ? 5 വന്നു കഴിഞ്ഞാൽ എത്രയായി പോകും? 15 ആയി പോകും. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തത് എന്താണ്? 1 4 9 100 etc to 100. ഇത് നിങ്ങൾക്ക് നോക്കിയിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? 1 4 9 100 1 നോക്കി ഓരോ എഴുതാൻ പറ്റും. b equal to എങ്ങനെ എഴുതാൻ പറ്റും? 1 4 9 etc to 100 എങ്ങനെ എഴുതാൻ പറ്റും? x such that നമുക്ക് ഇത് എങ്ങനെ എഴുതാം? സിംബോളിക്കലി നമുക്ക് എഴുതാൻ പറ്റും. x equal to എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഓരോ നമ്പറിന്റെ സ്ക്വയർ അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം n സ്ക്വയർ. എന്നിന്റെ പ്രത്യേകത എന്താണ്? എന്താണ്? n ബിലോങ്സ് ടു ആണ് ഏത് നമ്പർ ആണ്? ഇവിടെ എല്ലാം നാച്ചുറൽ നമ്പർ അല്ലേ? n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ആൻഡ് എന്റെ പ്രത്യേകത എന്താണ്? എവിടെ വരെ ഉള്ളൂ? n എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്താണ്? x equal to n സ്ക്വയർ എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അതായത് n സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? അപ്പൊ ഇവിടെ n സ്ക്വയർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 100 എന്ന് പറഞ്ഞാൽ മാക്സിമം n സ്ക്വയർ ആണ് 10 സ്ക്വയർ ആണ് അല്ലേ? അപ്പം n ലെസ് ദാൻ എത്രയെന്ന് എഴുതാൻ പറ്റും? n ലെസ് ദാൻ എത്രയെന്ന് എഴുതാൻ പറ്റും? 11 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ.